സർവ്വസൈന്യാധിപനായ ശല്യരുടെ നേതൃത്വത്തിൽ കൗരവപ്പട പാണ്ഡവപ്പടയുമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 18-ാം ദിവസത്തിൽ അന്ന് ശകുനിയുടെയും ശല്യരുടെയും വധം മാത്രമല്ല പ്രത്യേകത. ധൃതരാഷ്ട്രയുടെ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവനും പാണ്ഡുവിൻ്റെ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവനുമായിട്ടുള്ള ആ 2 പേരുടെ ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഈ ദിവസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 38-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ ഇരുപക്ഷത്തിലെ മഹാരഥന്മാർ വീണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന സമയം എല്ലാവരുടെയും ശ്രദ്ധ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനിലോട്ട് പോയി. കാരണം യുധിഷ്ഠിരൻ അന്നത്തെ ദിവസം ഒരു കടന്നുകൈ പ്രയോഗം കാണിച്ചു. സ്വയം ആ രഥം നിയന്ത്രിക്കുകയും പോരാടുകയും ചെയ്തു. എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. അതിനെക്കാട്ടിയും എല്ലാവർക്കും അത്ഭുതമായൊരു കാര്യം, അത്രയും കാലവും ശാന്തമായി പോരാടിക്കൊണ്ടിരുന്ന യുധിഷ്ഠിരൻ്റെ കണ്ണ് ഇന്നത്തെ ദിവസം ക്രോധം കൊണ്ട് ചുവന്നിരുന്നു. യുധിഷ്ഠിരൻ അതിഭയാനകമായാണെന്ന് പോരാടിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും അന്ന് യുധിഷ്ഠിരൻ്റെ ക്രോധം കണ്ടിട്ട് പടയാളികൾക്ക് പേടിയായി. ക്രോധത്തോടുകൂടി യുധിഷ്ഠിരൻ കൗരവപ്പടയിൽ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് കൗരവപ്പടയെ തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് പടയാളികൾ യുധിഷ്ഠിരൻ്റെ അസ്ത്രങ്ങളാൽ വധിക്കപ്പെട്ട് നിലത്ത് വീണുകൊണ്ടിരുന്നപ്പോൾ കൗരവപക്ഷത്തിലെ മഹായോദ്ധാക്കൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. യുധിഷ്ഠിരന് വല്ല ബാധയും ബാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇതുവരെ പോരാടിയിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഇത്ര ക്രോധം? എല്ലാവരും ഒരു അത്ഭുതത്തോടുകൂടി യുധിഷ്ഠിരനെ നോക്കി. കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾ എവിടെയൊക്കെ നിന്ന് തിരിച്ചടിക്കുന്നുണ്ടോ അവിടെയൊക്കെ ചന്ദ്രക്കല കൊടിയടയാളമായിട്ടുള്ള ആ ഒരു രഥം, യുധിഷ്ഠിരൻ്റെ രഥം പാഞ്ഞെത്തി തിരിച്ചടിക്കുന്ന സൈനികരെ എല്ലാം യുധിഷ്ഠിരൻ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ കൗരവപ്പടയിൽ 18 ദിവസങ്ങൾക്കിടയിൽ വളരെ വിരളമായി യുധിഷ്ഠിരൻ ഭയം ജനിപ്പിക്കാനൊരുങ്ങി. യുധിഷ്ഠിരൻ ക്രോധത്തോടുകൂടി ആയിരക്കണക്കിന് കുതിരപ്പടയാളികളെങ്കിലും വീഴ്ത്തിക്കാണും. ഈ സമയം ശല്യര് പാഞ്ഞെത്തി, യുധിഷ്ഠിരനും പാഞ്ഞെത്തി. 2 പേരും അസ്ത്രപ്രയോഗം തുടങ്ങിയിട്ട് ഗംഭീരമായൊരു പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ് എന്ന അടയാളം കൊടുക്കുന്നത് പോലെ ശല്യരും യുധിഷ്ഠിരനും ശംഖുനാദം മുഴക്കി. എന്നിട്ട് പരസ്പരം അസ്ത്രങ്ങൾ എയ്ത് കയറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കവേ ശല്യര് യുധിഷ്ഠിരനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചിട്ട് യുധിഷ്ഠിരൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞു. 100 കണക്കിന് അസ്ത്രങ്ങളാണ് ശല്യർ യുധിഷ്ഠിരനെ നേരെ അയച്ചത്. യുധിഷ്ഠിരൻ ഉടനെ തന്നെ മറ്റൊരു വില്ല് കയ്യിലെടുത്തിട്ട് എല്ലാവരെയും യുധിഷ്ഠിരൻ്റെ വലത്തെ വാക്കിൽ കൊണ്ടുവന്ന് അസ്ത്രങ്ങൾ ഇത് എല്ലാവരുടെ ദേഹത്തോട്ടും കയറ്റി. ഇതിനിടയിൽ യുധിഷ്ഠിരൻ 100 കണക്കിന് അസ്ത്രങ്ങൾ ശല്യരുടെ നേരെ അയച്ചു. എല്ലാവരും നോക്കി നിൽക്കവേ ആ അത്ഭുതം. യുധിഷ്ഠിരൻ അയച്ച അസ്ത്രം ശല്യരുടെ വില്ല് മുറിച്ചു, കുതിരകളെയും വധിച്ചു. അങ്ങനെ രഥമില്ലാതെ നിൽക്കുന്ന സർവ്വസൈന്യാധിപനെ രക്ഷിക്കുവാനായി അവിടെ പാഞ്ഞെത്തി അശ്വത്ഥാമാവ് പെട്ടെന്ന് തൻ്റെ കൈ നീട്ടി ശല്യരെ തൻ്റെ രഥത്തിലേക്ക് വലിച്ചു കയറ്റി അവിടെ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയ സമയം അന്നേ വരെ 17-ാം ദിവസം വരെ കുരുക്ഷേത്ര ഭൂമിയിൽ കേൾക്കാത്ത ഒരു ശബ്ദം 18-ാം ദിവസം കൗരവപ്പട കേട്ടു. യുധിഷ്ഠിരൻ നിന്ന് അലറുന്നു. യുധിഷ്ഠിരൻ്റെ ഗർജനം ആദ്യമായി കൗരവപ്പടയിൽ കേട്ടു. യുധിഷ്ഠിരൻ്റെ ആ ഒരു ഗർജനം കേട്ടപ്പോൾ ശല്യർക്ക് ദേഷ്യമായി. ശല്യർ ഉടനെ തന്നെ അവിടെ ചട്ട കെട്ടിയ ഒരു രഥത്തിലേക്ക് കയറി യുധിഷ്ഠിരനുമായി പോരാടാനായി പാഞ്ഞെടുത്തു. യുധിഷ്ഠിരനും ശല്യരും വീണ്ടും വില്ലെടുത്തുകൊണ്ട് പോരാടാനൊരുങ്ങി. ഈ രാജാക്കന്മാർ തമ്മിൽ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമസേനനും സാത്വികിയും പാഞ്ചാലരും സോമകരും പെട്ടെന്ന് വന്ന് യുധിഷ്ഠിരനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു. ഇവർ കൂട്ടമായി ശല്യരെ ആക്രമിച്ചു. ശല്യർക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ദുര്യോധനൻ ഒരു കൂട്ടം രഥങ്ങളെ ശല്യരുടെ സംരക്ഷണത്തിനായിട്ട് അവിടെ വിട്ടു. അങ്ങനെ യുധിഷ്ഠിരൻ്റെ കൂടെ വന്നവർ ശല്യരുടെ കൂടെ നിൽക്കുന്നവരുമായി പോരാടിക്കൊണ്ടിരുന്ന ഗ്യാപ്പിൽ ശല്യർക്കും യുധിഷ്ഠിരനും ഇടയിൽ ഗംഭീര പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ പുറക്കോട്ട് വലിച്ച് ആ അസ്ത്രങ്ങൾ വിടുന്ന ശബ്ദം, പരസ്പരം ഈ അസ്ത്രങ്ങൾ ഇത് കയറ്റിക്കൊണ്ടിരുന്ന സമയം ശല്യർ അതിവിദഗ്ധമായി ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് ഞാൻ ചെവിയോളം വലിച്ച് യുധിഷ്ഠിരന് നേരെ അയച്ചു. ആ അസ്ത്രം യുധിഷ്ഠിരൻ്റെ ചട്ട പുലർന്ന് ഉള്ളിലേക്ക് കയറി ബോധം കെട്ട് യുധിഷ്ഠിരൻ വീണു. എന്നാൽ ക്ഷണനേരം കൊണ്ട് തൻ്റെ ബോധം തിരിച്ചെടുത്തതിന് ശേഷം യുധിഷ്ഠിരൻ തൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആ മുഖത്ത് ക്രോധം കൊണ്ട് ചുവന്നിരിക്കുന്നത് വീണ്ടും കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം ആ മുഖത്ത് അങ്ങനെ ക്രോധം കണ്ടിട്ടില്ല. യുധിഷ്ഠിരൻ്റെ ക്രോധം കണ്ട ശല്യര് യുധിഷ്ഠിരന് റെസ്പോണ്ട് ചെയ്യാൻ സമയം കൊടുത്തില്ല. വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് യുധിഷ്ഠിരനെ പ്രഹരിച്ചു. എന്നാൽ യുധിഷ്ഠിരനാകട്ടെ ഒരസ്ത്രമെടുത്ത് ശല്യർക്ക് നേരെ അയച്ചു. ആ അസ്ത്രം ശല്യരുടെ ചത്ത പിളർന്നു. ശല്യരുടെ ചത്ത യുധിഷ്ഠിരൻ പിളർന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ ശല്യർക്ക് ക്രോധമായി. അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച സർവ്വസൈന്യാധിപനായ ശല്യർ ചെയ്തു. ശല്യർ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് യുധിഷ്ഠിരൻ്റെയും ഭീമസേനൻ്റെയും ചത്ത തകർത്തങ്ങ് വീഴ്ത്തി. അവർ ചട്ട വലിച്ചൂരിയതിനു ശേഷം വീണ്ടും പോരാടാനൊരുങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ ശല്യർ ഒരു അസ്ത്രമയച്ച് രാജാവിൻ്റെ, അതായത് യുധിഷ്ഠിരൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു.
എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അടുത്ത സെക്കൻഡ് തന്നെ കൃപാചാര്യരെ അസ്ത്രങ്ങൾ അയച്ച് യുധിഷ്ഠിരൻ്റെ സാരഥിയെ വധിച്ചു. അടുത്തത് ശല്യരുടെ ഊഴം. ശല്യർ അസ്ത്രങ്ങൾ അയച്ച് യുധിഷ്ഠിരൻ്റെ കുതിരകളെയും വധിച്ചു. യുധിഷ്ഠിരൻ അടുത്ത ആയുധം എടുക്കുവാനായി മാറി ആ ഗ്യാപ്പിൽ ശല്യർ ഇങ്ങനെ അസ്ത്രമൂങ്ങി നിന്നു. ഈ സമയം ഭീമൻ്റെ വില്ലിൽ നിന്ന് പാഞ്ഞു വന്ന അസ്ത്രം ശല്യരുടെ വില്ല് മുറിച്ചിട്ടു. ക്രോധത്തോടുകൂടി ശല്യർ ഭീമനെ നോക്കി. ഭീമൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, പകരത്തിന് പകരം. അതുകൊണ്ട് ഭീമൻ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ശല്യരുടെ ചട്ട തകർത്തു. ചട്ട തകർന്ന് ചട്ടയുടെ ഒരു ഭാഗം നിലത്ത് വീണപ്പോൾ മറ്റൊരു ഭാഗം കൂടെ ശല്യർ വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞതിന് ശേഷം പിന്നെ സംസാരവും ബഹളമൊന്നുമില്ല. ഭീമനെ മൈൻഡ് ചെയ്തില്ല. ശല്യർ ഉടനെ തന്നെ രഥത്തിൽ നിന്ന് തൻ്റെ ശക്തമായ വാളും പരിചയം കയ്യിലെടുത്തു. രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കി ശല്യർ ഓടി. ഭീമൻ അസ്ത്രങ്ങൾ അയക്കുമ്പോൾ ആ അസ്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് ശല്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം രാജാവിന് നേരെ ക്രോധത്തോടുകൂടി ശല്യർ പാഞ്ഞെടുക്കുന്നത് കണ്ടുന്നു. യുധിഷ്ഠിരൻ ആയുധമെടുക്കാനൊരുങ്ങിയ ഈ സമയം സർവ്വസൈന്യാധിപരായ ദൃഷ്ടദ്യുമ്നനും ഉപപാണ്ഡവരും അതുപോലെ തന്നെ മറ്റ് നകുല സഹദേവന്മാരും വെയിറ്റ് ചെയ്ത് നിന്നില്ല. അവർ പെട്ടെന്ന് യുധിഷ്ഠിരനെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു വന്നു. കാരണം അവിടെ യുധിഷ്ഠിരനും ഭീമനുമേ ഉള്ളൂ. രണ്ടുപേരുടെ ദേഹത്തും ചട്ടയുമില്ല. എന്തെങ്കിലും പറ്റിയാലോ? എന്നാൽ സമയോചിതമായ ഭീമൻ്റെ ഇടപെടലെന്ന് പറയണമല്ലോ. ഭീമനയച്ച അസ്ത്രങ്ങൾ ശല്യരുടെ പരിച തകർത്തു. വീണ്ടും അയച്ച അസ്ത്രങ്ങൾ ശല്യരുടെ വാളും തകർത്തു. ഇത് കണ്ട് പാഞ്ഞു വരുന്ന പാണ്ഡവ പക്ഷത്തിലെ മഹായോദ്ധാക്കൾ ഭീമന് ആർപ്പ് വിളിച്ചു. എന്നാൽ അപ്പോഴും ശല്യരെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല. ശല്യർ അത്രത്തോളം ക്രൗര്യം നിറഞ്ഞ ഭാവത്തോടുകൂടി കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഭീമസേനനെ പടത്തലയ്ക്കൽ നിർത്തിക്കൊണ്ട് പോരാടുന്ന യുധിഷ്ഠിരന് നേരെ പാഞ്ഞെടുത്തു. ശല്യരുടെ ലക്ഷ്യം യുധിഷ്ഠിരനാണെന്നറിയാം. അങ്ങനെ ശല്യർ യുധിഷ്ഠിരന് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് വരെയാണ്. ഏത് വിധേനയും യുധിഷ്ഠിരനെ തീർക്കണമെന്നൊരൊറ്റ ചിന്തയോടുകൂടി അങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന സമയം യുധിഷ്ഠിരൻ മനസ്സിൽ അന്നത്തെ ദിവസം വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യം ഓർത്തു. ഈ സമയം അർജുനൻ കൗരവപ്പടയെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ്റെ കൂടെ ഇരുന്ന് കൃഷ്ണൻ പറഞ്ഞ കാര്യം, ഇന്നത്തെ ദിവസം എന്ത് വിധേനയും ശല്യരെ വധിച്ചിരിക്കണം. യുധിഷ്ഠിരൻ ജ്യേഷ്ഠ, ഇത് അങ്ങയുടെ ധർമ്മമാണ്, അങ്ങയുടെ കർത്തവ്യമാണ്, ഇത് അങ്ങെടുത്ത സത്യപ്രതിജ്ഞയുമാണ്. ആ സത്യപ്രതിജ്ഞയെ യുധിഷ്ഠിരൻ ആലോചിച്ചിട്ട് ശല്യരെ വധിക്കുവാൻ യുധിഷ്ഠിരൻ തയ്യാറായി. ഉടനെ യുധിഷ്ഠിരൻ തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് പൂജിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വേലിലേക്ക് നോക്കി. ആ വേലെന്ന് പറയുമ്പോൾ ഒരു കുന്തം. ആ കുന്തത്തിലേക്ക് നോക്കി. ആ കുന്തമാകട്ടെ സാധാരണ കുന്തമല്ല. സ്വർണം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരുപാട് കൊത്തുപണികളൊക്കെയുള്ള മണികളും അതുപോലെ പല ഡെക്കറേഷൻസൊക്കെയുള്ള ദിവ്യമായിട്ടുള്ളൊരു കുന്തം. ആ കുന്തം ത്വാഷ്ട്രൻ സാക്ഷാൽ ഈശാനന് വേണ്ടി, ഈശാനൻ എന്ന് പറയുമ്പോൾ ശിവന് വേണ്ടി പണിതു കൊടുത്ത കുന്തമാണ്. ഈശാനൻ്റെ കയ്യിലുള്ള കുന്തമാണ് യുധിഷ്ഠിരൻ്റെ കയ്യിലിരിക്കുന്നത്. ആ കുന്തം 5 പാണ്ഡുപുത്രന്മാരും ഒരുമിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച കുന്തമായിരുന്നു. ആ കുന്തം യുധിഷ്ഠിരൻ കയ്യിലെടുത്തു. എടുത്തപ്പോൾ തന്നെ ആ കുന്തത്തിൽ നിന്നുള്ള തിളക്കം കൊള്ളിമീന് സമാനമായിരുന്നു. ഉടനെ തന്നെ യുധിഷ്ഠിരൻ ആ കുന്തമെടുത്തിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ്റെ രഥത്തിനടുത്ത് നിൽക്കുന്ന ആളുകൾ ആ മന്ത്രം ഏതാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. യുധിഷ്ഠിരൻ അത്രത്തോളം ഉഗ്രമന്ത്രങ്ങളാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉഗ്രമന്ത്രങ്ങൾ ജപിച്ച് ആ ഒരു കുന്തം യുധിഷ്ഠിരൻ തൻ്റെ വലം കൈയിലേക്ക് എടുത്തിട്ട്, ശല്യരെ, ഇന്ന് അങ്ങയുടെ അസ്തമനമാണ് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. ഈ കുന്തം ഇങ്ങനെ പാഞ്ഞു പോയപ്പോൾ ഒരു ഉൽക്ക പോയതുപോലെയായിരുന്നു എന്നാണ് പറഞ്ഞേ. ഉൽക്ക പാഞ്ഞു പോകുന്നത് പോലെ വരുന്ന കുന്തം കണ്ടപ്പോൾ ശല്യർ അത് പിടിച്ചു തിരിച്ചറിയാം എന്നുള്ള ചിന്തയോടുകൂടി ഓടിയെടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ കുന്തം കൗരവപ്പടയുടെ ധൈര്യത്തിലേക്കും കോൺഫിഡൻസിലേക്കും നേതൃപാടവത്തിലേക്കും തുളച്ചു കയറിപ്പോയി. അതായത് ശല്യരുടെ ഹൃദയത്തിലേക്ക്. അങ്ങനെ മാതൃരാജനായ ശല്യർ അന്നവിടെ അസ്തമിക്കുകയാണ്. ശല്യർ വധിക്കപ്പെട്ടപ്പോൾ നകുലനും സഹദേവനും ഒന്ന് ശല്യരെ കുറച്ചു നേരം നോക്കി. കാരണം തങ്ങളുടെ മാതാവായ മാദ്രിയുടെ സഹോദരനാണല്ലോ. പെട്ടെന്ന് അവരാ ഒരു ചിന്തയൊക്കെ മാറ്റി യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശല്യർ അവിടെ വധിക്കപ്പെട്ടത് കണ്ടുടങ്ങിയ തന്നെ കൗരവപക്ഷത്ത് ഒരു ചെറിയ ബഹളമുണ്ടായി. മറ്റുള്ള ദേശങ്ങളിലെ പടയാളികൾ തിരിഞ്ഞോടുകയായിരുന്നുവെങ്കിൽ മാതൃദേശത്തിലുള്ള ആളുകൾക്ക് ശല്യർ വധിക്കപ്പെട്ടത് കണ്ടപ്പോൾ ദേഷ്യമായിരുന്നു. ഏതു വിധേനയും യുധിഷ്ഠിരനെ വീഴ്ത്തണം എന്നൊരു ദേഷ്യം അവർക്ക് വന്നു. അങ്ങനെ യുധിഷ്ഠിരന് നേരെ ശല്യരുടെ അനുജൻ പാഞ്ഞെടുത്തു. യുധിഷ്ഠിരൻ മറ്റാരെയും അതിൽ ഇടപെടാൻ സമ്മതിച്ചില്ല. യുധിഷ്ഠിരൻ അടുത്ത വില്ലെടുത്ത് ശല്യരുടെ അനുജനുമായി പോരാടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ ദ്വന്ദ്വയുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ ശല്യരുടെ അനുജനെയും വധിച്ചു.
അതായത് മാദ്രദേശത്തിലെ രാജാവിനെയും യുവരാജാവിനെയും ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ വധിച്ചിരിക്കുന്നു. ഈ സമയം സാത്വികിയും കൃതവർമാവും ഏറ്റുമുട്ടിയ ആ ഒരു ഏറ്റുമുട്ടലിൽ സാത്വികി കൃതവർമാവിൻ്റെ രഥം തകർത്ത് വിടുന്നുണ്ട്. രഥം തകർത്ത കൃതവർമാവ് ഉടനെ തന്നെ മറ്റൊരു രഥം സജ്ജമാക്കി യുധിഷ്ഠിരനെ ആക്രമിക്കാൻ വന്നു. യുധിഷ്ഠിരൻ വീണ്ടും കൃതവർമാവുമായി പോരാടിയിട്ട് കൃതവർമാവിൻ്റെ രഥത്തിനെ തകർക്കുകയും കൃപാചാര്യർക്ക് നേരെ അസ്ത്രങ്ങൾ എയ്യുകയും ചെയ്തു. എന്നാൽ ഈ സമയം കൃതവർമാവ് രഥം തകർന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ അശ്വത്ഥാമാവ് പാഞ്ഞു വന്ന് കൃതവർമാവിനെ തൻ്റെ രഥത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് പാഞ്ഞുപോയി. എന്നാൽ യുധിഷ്ഠിരനാകട്ടെ അവിടെ നിന്നുകൊണ്ട് കൃപാചാര്യർക്കിട്ട് വീണ്ടും 2 അസ്ത്രങ്ങൾ എയ്തു. അങ്ങനെ മാതൃരാജനായിട്ടുള്ള ശല്യരുടെ സഹോദരനും വധിക്കപ്പെട്ടത് കണ്ടുടനെ മാതൃദേശത്തിലുള്ള സൈനികർക്ക് ക്രോധം കൊടുമ്പിരി കൊണ്ടു. ഇവർ യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാവരും പാണ്ഡവപ്പടയിലേക്ക് ഇടിച്ചു കയറാനൊരുങ്ങി. ഈ സമയം ആനപ്പുറത്തിരുന്ന ദുര്യോധനൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങോട്ട് ഓടിക്കയറി കൊടുക്കില്ലേ, എല്ലാവരും നിൽക്ക്, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് തടയാൻ നോക്കി. മാതൃദേശത്തിലെ സൈന്യം നല്ല ശക്തമായിട്ടുള്ള സൈന്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ദുര്യോധനൻ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത്. ഈ സൈന്യം അങ്ങോട്ട് ഓടിക്കയറി കൊടുക്കുക. ഓടിക്കയറി പൊക്കൊണ്ടിരുന്ന സമയം അവിടെ നിന്ന് അസ്ത്രങ്ങൾ പറക്കുന്ന ശബ്ദവും ഗദയുടെ പ്രഹരവും മറ്റായുധങ്ങളുടെ ശബ്ദവും ഇവരുടെ നിലവിളിയും കേൾക്കാനൊരുങ്ങി. ഉടനെ തന്നെ ശകുനി ഇത് കണ്ടിട്ട് തൻ്റെ പടയുമായി പാഞ്ഞ് ദുര്യോധനൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പുത്ര, ഇതെന്താണ് സംഭവിക്കുന്നത്? മാതൃദേശത്തിലെ സൈനികരെ എല്ലാവരെയും കൂടെ അവിടെയിട്ട് അവർ കൂട്ടത്തല്ല് തല്ലുക, ഒരുത്തം ബാക്കി കാണത്തില്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ. ഉടനെ തന്നെ ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മാവ, ഇവന്മാരെ ഞാൻ പിടിച്ചു വരുത്താൻ നോക്കിയതാണ്, ഇവന്മാർ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, ഓടിക്കേറിപ്പോയി. അപ്പോൾ ശകുനി പറഞ്ഞു, അവന്മാർ വീരന്മാരാണ്, അവരുടെ രാജാവ് വീണത് കണ്ടാൽ പിന്നെ അവരെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല, അവരോടിക്കേറി. പക്ഷെ ഒന്നുകൊണ്ടും ഭയക്കണ്ട, നമുക്കിപ്പോൾ ഉള്ള പടയെയും ആനകളെയും കുതിരകളെയും വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കാം. അതുപോലെ നമ്മൾ പരസ്പരം സംരക്ഷിച്ചുകൊണ്ട് പോരാടിയാൽ വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോരാടി തുടങ്ങി. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ അവിടെയും തെറ്റായിരുന്നു. പാഞ്ചാലരുടെയും പാണ്ഡവരുടെയും മുന്നിൽ കൗരവപ്പട തകർന്നു വീണുകൊണ്ടിരുന്നു. ശകുനിയുടെ കുതിരപ്പടയുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവിടെ ഈ പോരാട്ടമങ്ങ് കൂടി വന്ന സമയം പാഞ്ചാലരുടെയും സോമകരുടെയും പാണ്ഡവരുടെയും സൈന്യത്തിന് മുന്നിൽ ഭയന്നിട്ട് കൗരവപ്പട ഓടാനൊരുങ്ങിയപ്പോഴത്തേക്കും പാഞ്ചാലരും സോമകരും ഒരുപാട് അട്ടഹസിച്ചു. ദുര്യോധനൻ ഇതെല്ലാം ഒരു എന്താ പറയുക, ചത്ത ചിരിയെന്ന് പറയുമല്ലോ, വലിയ പ്രസരിപ്പില്ലാത്തൊരു ചിരിയോടുകൂടി ഇതെല്ലാം നോക്കിക്കണ്ടു. അപ്പോഴും അയാൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു. അയാൾ തൻ്റെ സാരഥിയോട് പറഞ്ഞു, സാരഥി, പാർത്ഥന്മാരുടെ മുന്നോട്ട് എൻ്റെ രഥം കൊണ്ടുപോയാലും പാർത്ഥൻ്റെ രഥത്തിൻ്റെ മുന്നോട്ട് എൻ്റെ രഥം കൊണ്ടുപോയാലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടാൽ ഒരു പക്ഷേ എൻ്റെ സൈന്യം ആ ധൈര്യത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ദുര്യോധനൻ ഇങ്ങനെ തൻ്റെ രഥത്തിൽ മുന്നോട്ട് പോകുന്നത് കണ്ടുടനെ പേടിച്ചോടിയ സൈന്യം അവരുടെ രാജാവിൻ്റെ രഥം ഇങ്ങനെ പോകുന്നത് കണ്ട് ഉടനെ 21,000 കാലാൾ പടയാളികൾ എന്തോ വരട്ടെ എന്നും പറഞ്ഞ് ദുര്യോധനൻ്റെ രഥത്തിൻ്റെ കൂടെ ഇങ്ങനെ ഓടി ദുര്യോധനൻ്റെ രഥത്തിൻ്റെ മുമ്പോട്ട് കയറിപ്പോയവർ. അങ്ങനെ ദുര്യോധനൻ അത് കണ്ടു. 21 കാലാൾ പടയാളികൾ കൗരവപ്പടയിൽ നിന്ന് ഇങ്ങനെ ഓടി മുമ്പോട്ട് പോണത്. ഇവരെല്ലാവരും തീരുമാനിച്ചു, നമുക്കെല്ലാവർക്കും കൂടെ ആ സിംഹധ്വജമുള്ള രഥത്തിലേക്ക് തന്നെ ഓടിക്കയറാം. ആര്? ഭീമൻ. ഈ 21,000 കാലാൾ പടയാളികൾ എല്ലാവരും കൂടെ പാഞ്ഞും ഭീമൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഭീമൻ നോക്കിയപ്പോൾ ഇവന്മാരെല്ലാം കൂടെ എന്തിനാ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നത് എന്നും പറഞ്ഞ് ഭീമൻ നോക്കിക്കൊണ്ടിരുന്നു. ഇവർ ചാടി കയറി ഭീമൻ്റെ രഥത്തിലോട്ട് കയറി ഭീമൻ്റെ കയ്യിൽ നിന്ന് വില്ലും പറിച്ചെടുക്കുന്നു. ഭീമൻ്റെ കൈയെല്ലാം പിടിച്ച് ഭീമനെ ഇടിക്കാൻ ഓടുന്നു. ഭീമൻ ഉടനെ മാറിനടാ എന്നും പറഞ്ഞ് തള്ളി കുറേ എണ്ണത്തിനെ ചവിട്ടി രഥത്തുനിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി തൻ്റെ ഗതയെടുത്ത് ഓരോറ്റ വീശ് ചുറ്റിനും അങ്ങ് അടിച്ചു. ആ അടിയിൽ അത്ര ഭാഗത്തുള്ള ആളുകളിങ്ങനെ തെറിച്ചു പോവുകയും ചെയ്തു. ഈ സമയം യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരെയും ദുര്യോധനൻ നേരിടാനായി വന്നു. ദുര്യോധനൻ്റെ പക്ഷത്തുള്ള ധനുർധാരികളെല്ലാം പിന്നോട്ട് പോയി. ദുര്യോധനൻ അതൊന്നും നോക്കിയില്ല, മുന്നോട്ട് കയറി ആക്രമിച്ചു. ദുര്യോധനൻ എല്ലാ പാർത്ഥന്മാരെയും കൂടെ ഒരുമിച്ച് ആക്രമിച്ച ആ സമയത്തും ഭീമസേനൻ 21,000 കാലാൾ പടയാളികളെല്ലാം അടിച്ചിങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗത കൊണ്ട്. യുധിഷ്ഠിരനെ പടത്തലക്കിൽ നിർത്തിക്കൊണ്ട് നിൽക്കുന്ന പാർത്ഥന്മാരെ ദുര്യോധനൻ കയറി ആക്രമിച്ച ആ സമയം ദുര്യോധനനെ തടയാനായിട്ട് ആ പാർത്ഥന്മാർക്ക് ഒരുമിച്ച് സാധിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെ ദുര്യോധനൻ പോരാടിക്കൊണ്ടിരുന്നു. ഈ സമയം ദുര്യോധനൻ്റെ പട പേടിച്ചോടുന്ന സമയം ദുര്യോധനൻ ഉറക്കെ ലോജിക്കലി ഒരു ചോദ്യം ചോദിച്ചു, നീയൊക്കെ എങ്ങോട്ടാ ഓടുന്നേ? ഈ ലോകത്തിൽ നിനക്കൊന്നും പോയി ഒളിക്കാൻ പറ്റുന്ന ഒരു കാടുമില്ല, ഒരു മലയുമില്ല. എവിടെയൊക്കെ പോയി ഒളിച്ചാലും പാണ്ഡുപുത്രന്മാർ നിന്നെയൊക്കെ പിന്തുടർന്നു വന്ന് വധിക്കുന്നതായിരിക്കും. കൃഷ്ണന്മാരെ 2 പേരും അവരെ നോക്കൂ, 2 കൃഷ്ണന്മാരും അർജുനനും കൃഷ്ണനും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ അവരെ കീഴ്പ്പെടുത്താൻ പറ്റും. ദുര്യോധനൻ അപ്പോഴും പോരാടുക. അപ്പോഴും പുള്ളി വിചാരിക്കുന്നത് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ്.
അങ്ങനെ ദുര്യോധനൻ പോരാടിക്കൊണ്ടേയിരുന്നു. തൻ്റെ കൂട്ടത്തിലുള്ള ഓരോ പടയാളികളും സൈന്യങ്ങളും രഥങ്ങളും ഗജങ്ങളും വീടുകൊണ്ടിരുന്നു. ദുര്യോധനൻ എല്ലാവരെയും അസ്ത്രങ്ങൾ തൂകി പ്രഹരിച്ചു കൊണ്ടിരുന്ന സമയം ദുര്യോധനൻ്റെ അസ്ത്രം കൊള്ളാത്തതായി അന്ന് പാണ്ഡവ പക്ഷത്തിൽ ഒരു പടയാളികളോ ഒരു യോദ്ധാവോ ഒരു രഥങ്ങളോ കുതിരകളോ ഗജങ്ങളോ ഇല്ലായിരുന്നുവെന്ന് പറയുന്നു. അങ്ങനെ ദുര്യോധനൻ അവിടെ നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അന്ന് പാണ്ഡവരെല്ലാവരും ഒറ്റക്കെട്ടായി ദുര്യോധനനെ എതിർക്കാൻ നോക്കിയിട്ടും ദുര്യോധനനെ തടുത്ത് പുറകോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല, ദുര്യോധനനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നു. ഈ പാണ്ഡവരെന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു അർജുനനില്ല എന്ന്. കാരണം ഇതിനുശേഷം ദുര്യോധനൻ അസ്ത്രം ഇത് കൊള്ളിക്കുന്നവരുടെ പേര് പറയുന്നതിൽ അർജുനൻ്റെ പേരില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അർജുനൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് ആക്രമിക്കാൻ വരുന്നതായും പറയുന്നുണ്ട്. അപ്പോൾ ദുര്യോധനൻ, യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, ദൃഷ്ടദ്യുമ്നൻ, ഉപപാണ്ഡവർ ഇവരെ എല്ലാവരെയും ശിഖണ്ഡി ഇവരെ എല്ലാവരെയും പ്രഹരിച്ചു കൊണ്ടിരുന്നു. സഹദേവൻ്റെ വില്ലൊക്കെ മുറിക്കുന്നുണ്ട്, പല ആളുകളുടെ രഥമെല്ലാം തകർക്കുന്നുണ്ട്. അങ്ങനെ ദുര്യോധനൻ 17 ദിവസവും പോരാടാത്ത രീതിക്ക് അത്രത്തോളം ധീരതയോടെ ഗംഭീരമായി അന്നത്തെ ദിവസം പോരാടിക്കൊണ്ടിരുന്നു. ദുര്യോധനൻ അങ്ങനെ നിന്ന് പോരാടുന്നത് കണ്ടുടനെ തന്നെ ദുര്യോധനൻ്റെ സഹോദരന്മാരും ദുര്യോധനൻ്റെ ബാക്കിയുള്ള സേന, ഓടിപ്പോയ സേനയും തിരിച്ചു വന്നു. ദുര്യോധനന് മുന്നിലായി ആ സേന ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട പാർത്ഥൻ കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ മാധവ, അങ്ങ് ധൈര്യമായി എൻ്റെ ഈ രഥത്തെ കൗരവപ്പട എന്ന സമുദ്രത്തിലേക്ക് നയിച്ചാലും എന്തൊക്കെ ഈ 18 ദിവസം ഇവിടെ അരങ്ങേറി, എത്രയെത്ര ക്ഷത്രിയർ വീണു, എത്രയെത്ര പടയാളികൾ വീണു, എന്നിട്ടും അവൻ അവസാനിപ്പിക്കാറായില്ല. പിതാമഹൻ ഭീഷ്മർ വീണു, എന്നിട്ടും അവൻ അവസാനിപ്പിക്കാറായില്ല. ദ്രോണാചാര്യർ പതിച്ചു, എന്നിട്ടും അവൻ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അതുപോലെ രാധേയനും വികർണനും പതിച്ചു, ദുശാസനൻ്റെ കൊടൂരമായിട്ടുള്ള അന്ത്യവും കണ്ടു, എന്നിട്ടും അവൻ അവസാനിപ്പിക്കുന്നില്ല. എന്തിനേറെ പറയണം, അവൻ്റെ ഒരു അക്ഷൗഹിണിയെ ഭീമൻ ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് നശിപ്പിച്ചു കളയുന്നതും അവൻ കണ്ടു, എന്നിട്ടും അവൻ യുദ്ധത്തിന് വരെയാണ്. വരട്ടെ, ഇന്ന് ഞാനിതിനൊരു വിരാമമിടുന്നതായിരിക്കും, എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ ഇതിനൊരു വിരാമമിടുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ ആ സേനയുടെ നടുക്കോട്ടിടിച്ചു കയറി. പിന്നെ ആ സേന എന്താ പറയുക, അവസാന നിമിഷവും ആ സേന ഒരു പക്ഷേ ദുര്യോധനനെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകാം എന്ന് വിശ്വസിച്ചിരുന്നു. ആ കൊടൂരമായ യുദ്ധത്തിൽ 18-ാം ദിവസം വരെ എത്തിയതിലുള്ള സന്തോഷമുണ്ടായിരുന്ന സന്തോഷമൊക്കെ അവരിൽ നിന്ന് പോയി. പ്രതീക്ഷയുടെ അവസാനത്തെ കിരണവും കൗരവ പടയാളികൾക്ക് നഷ്ടമായി. അവരൊരു പക്ഷേ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവും അവരുടെ അന്ത്യം അവരുടെ പ്രിയപ്പെട്ടവരുടെ സംസാരങ്ങളും അവരുടെ സന്തോഷങ്ങളൊക്കെ കേട്ടും കണ്ടുമായിരിക്കണമെന്ന്. എന്നാൽ ഇന്ന് കൗരവപ്പടയ്ക്ക് അവസാനമായി കേൾക്കാൻ കഴിഞ്ഞത് ഗാന്ധീവത്തിൻ്റെ ഞാണുളിയും ഭീമസേനൻ്റെ ഗർജനവുമായിരുന്നു. അവർക്ക് അവസാനമായി കാണാൻ കഴിഞ്ഞത് ഗാന്ധീവത്തിൻ്റെ അസ്ത്രം കൊണ്ട് അവർക്ക് ചുറ്റും ഒരു ഇരുട്ട് നിറയുന്നതായിരുന്നു. അങ്ങനെ കൗരവപ്പട മുടിഞ്ഞു തുടങ്ങി. തൻ്റെ പെരുമ്പട മുടിയുന്നത് മരവിച്ച മനസ്സോടുകൂടി ദുര്യോധനൻ കണ്ടുകൊണ്ടു നിന്നു. യുദ്ധത്തിൽ നിന്ന് അപ്പോഴും പിന്തിരിഞ്ഞില്ല. തൻ്റെ രഥസൈന്യങ്ങളെ വീണ്ടും പാണ്ഡവർക്ക് നേരെ അയച്ചുകൊണ്ടിരുന്നു. ആ രഥസൈന്യങ്ങളും അവിടെ തകർന്നു വീണുകൊണ്ടിരുന്നപ്പോൾ ദുര്യോധനൻ അപ്പോഴും അവിടെ നിന്നുകൊണ്ട് പോരാടി. അന്നേ ദിവസം വരെ കാണിക്കാത്ത ധീരത ദുര്യോധനൻ അന്നത്തെ ദിവസം കാണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൃഷ്ടദ്യുമ്നനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ദൃഷ്ടദ്യുമ്നൻ്റെ അസ്ത്രപ്രയോഗത്തിൻ്റെ ഫലമായി ദുര്യോധനൻ്റെ രഥം തകർന്നു. എന്നാൽ രഥം തകർന്നു തുടങ്ങിയ ആ രഥം തകർന്ന നിമിഷം ദുര്യോധനൻ ഉടനെ തന്നെ തൻ്റെ രഥത്തിൽ പൂട്ടിയേക്കുന്നൊരു കുതിരയുടെ പൂട്ടഴിച്ചിട്ട് ആ കുതിരപ്പുറത്ത് കയറി ദുര്യോധനൻ അവിടെ നിന്ന് പലായനം ചെയ്തു. അവിടെ നിന്നും ദുര്യോധനൻ പിന്നോട്ട് വലിഞ്ഞു. ദുര്യോധനൻ ആ കുതിരപ്പുറത്ത് ആ യുദ്ധഭൂമിയിലൂടെ പാഞ്ഞു പോയത് തൻ്റെ അമ്മാവനായ ശകുനി നിന്ന് പോരാടുന്ന സ്ഥലത്തേക്കായിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ശകുനി അവസാനമാകുമ്പോൾ അയ്യോ എന്നെ കൊല്ലല്ലേ, നമ്മുടെ പുത്ര നമ്മളെ രക്ഷിച്ചാലും എന്നും പറഞ്ഞ് കരഞ്ഞോട് നടക്കുമല്ലായിരുന്നു. ശകുനി അവസാനം വരെ പോരാടുന്നുണ്ടായിരുന്നു. ശകുനി അത്രയും ഗംഭീരമായി പോരാടി തന്നെയാണ് ശകുനി വധിക്കപ്പെട്ടത്. അങ്ങനെ ശകുനിയുടെ അടുത്തേക്ക് ദുര്യോധനൻ തൻ്റെ കുതിരപ്പുറത്ത് പോയി. കൃതവർമാവും കൃപാചാര്യരും അശ്വത്ഥാമാവും എവിടെ നോക്കിയിട്ടും ദുര്യോധനനെ കാണുന്നില്ല. ദുര്യോധനൻ എവിടെ പോയി? എല്ലാവരും പറഞ്ഞു, ഇനി ദുര്യോധനൻ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം, കാണിക്കാനുള്ളതെല്ലാം പാണ്ഡവർ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ദുര്യോധനൻ അവിടെ പോകുന്നതിന് മുൻപായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3000 ആനപ്പടകളെ പാണ്ഡവർക്ക് നേരെ അയച്ചു. അങ്ങനെ പാണ്ഡവർ 5 പേരുടെയും രഥങ്ങൾക്ക് ചുറ്റുമായി ആ ഗജങ്ങൾ നിന്ന സമയം അവിടെ ഗാന്ധീപത്തിൻ്റെ ഞാണല് കേട്ടു. അർജുനൻ ഗജങ്ങളെ വീഴ്ത്താനൊരുങ്ങി. നകുല സഹദേവന്മാരും യുധിഷ്ഠിരനും അസ്ത്രമയക്കാനൊരുങ്ങി. ഭീമസേനൻ ഗദയെടുത്തുകൊണ്ട് രഥത്തിൽ നിന്നിറങ്ങി. ഭീമൻ അലറി വിളിച്ചുകൊണ്ട് തൻ്റെ ഗദയും ചുഴറ്റി ഗജസൈന്യത്തിന് നടുവിലോട്ട് കയറി ആ ഗജസൈന്യങ്ങളെ തകർക്കാനും ഒരുങ്ങി. ഈ ഗജസൈന്യങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, എന്തിന് ദുര്യോധനൻ ഓടി? ദുര്യോധനനെ ഇപ്പോഴും വിശ്വസിക്കാമായിരുന്നല്ലോ. നമ്മൾ 3 പേരുണ്ടല്ലോ, നമ്മൾക്ക് 3 പേർക്കും കൂടെ ഈ യുദ്ധം ജയിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാമായിരുന്നല്ലോ, നമുക്ക് ജയിപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. ഈ 3 മഹാരഥന്മാരും കൂടെ ദുര്യോധനനുള്ള സ്ഥലത്തേക്ക് പോകാനൊരുങ്ങി. ഇതിനിടയിൽ പലവട്ടം ഇവരുമായി പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തിനകം വെച്ച് ഗജസൈന്യത്തിന് മുഴുവനും തകർത്തിട്ടു.
തകർത്തിട്ടതിന് ശേഷം പാണ്ഡവർ അവരുടെ രഥം ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഗജങ്ങൾ വഴിമുടക്കായി കിടക്കുന്നു. കാരണം എന്താണ്? നിശ്ചലമായ ഗജങ്ങളുടെ ശരീരമെന്ന് പറയുമ്പോൾ മല പോലെയായിരുന്നു. അതുകൊണ്ട് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഭീമസേനൻ വിശോകനോട് പറഞ്ഞു, എൻ്റെ കൂടെ രഥം തെളിച്ചിങ്ങ് വരൂ. ഭീമൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ കൈകൾ കൊണ്ട് ആ ഗജങ്ങളെ വലിച്ചു നീക്കി തള്ളി മാറ്റി അവിടെ രഥങ്ങൾക്ക് പോകാനൊരു വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ ഇവർ അവരുടെ രഥത്തിൽ അവരുടെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം ശകുനിയുടെ അടുത്ത് ദുര്യോധനനെത്തി. അവിടെ അപ്പോഴും ശകുനി ആത്മവിശ്വാസം കൊടുക്കും. ശകുനിയുടെ കുതിര സൈന്യം ഗാന്ധാരത്തിലെ കുതിരകളെന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രശസ്തമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ കുതിരകളെ കിട്ടിയിരുന്നത് ഗാന്ധാരത്തിൽ നിന്നും അതുപോലെ തന്നെ സിന്ധുദേശത്തിൽ നിന്നുമായിരുന്നു. അത്രത്തോളം ശക്തമായിട്ടുള്ള ശകുനിയുടെ കുതിരസൈന്യം, ലക്ഷങ്ങളുണ്ടായിരുന്ന കുതിരസൈന്യം, ആ ലക്ഷങ്ങൾ ഇപ്പോൾ 10,000-ങ്ങളായി, 10,000-ങ്ങൾ പിന്നീട് 1000-ങ്ങളായി. ഇപ്പോൾ 100 കണക്കിന് കുതിരസൈന്യം മാത്രമേ ശകുനിയിൽ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ അപ്പോഴും ഭീമസേനൻ്റെ കലിയടങ്ങിയില്ല. ഒരുപക്ഷെ വെറുതെ വരുന്നവന്മാർ ഇനി തിരിച്ചു വരാൻ പാടില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഭീമൻ തൻ്റെ ഗദയുമായി ആ കുരുക്ഷേത്ര ഭൂമി മുഴുവനും ഒരു ഒറ്റയാനെപ്പോലെ കയറിയിറങ്ങി മേഞ്ഞു. സർവത്ര ജീവജാലങ്ങളെയും വധിച്ചു. ഒടുവിൽ ധൃതരാഷ്ട്രരുടെ അവശേഷിക്കുന്ന പുത്രന്മാരെ ഭീമൻ കുരുക്ഷേത്ര ഭൂമിയിൽ ഓടി കണ്ടുപിടിച്ച് അവരെയും വധിച്ചു. ധൃതരാഷ്ട്രപുത്രന്മാരെ എല്ലാവരെയും ഭീമസേനൻ വധിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഗദ ഒരു ഭാഗത്തേക്ക് മാറ്റി ഭീമൻ സമാധാനമായി തൻ്റെ രഥത്തിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നു. ഇനി തനിക്കൊരു ദൗത്യവുമില്ലല്ലോ. തൻ്റെ എല്ലാ ദൗത്യങ്ങളും ഏകദേശം തീരാറായി. സമാധാനത്തിൻ്റെ ഒരു അംശം ഭീമൻ ചെറുതായിട്ട് അനുഭവിച്ച ആ ഒരു സമയം ഭീമൻ്റെ മനസ്സിൽ അപ്പോൾ ഓർമ്മ വന്നു. ഇല്ല, 98 പേരെ വധിച്ചിട്ടുള്ളൂ. ഇനി സുദർശനൻ എന്ന ധൃതരാഷ്ട്രപുത്രനും അതുപോലെ തന്നെ ദുര്യോധനനും അവശേഷിക്കുന്നു. ഭീമൻ പാണ്ഡവരെ നോക്കി. പാണ്ഡവരുടനെ തന്നെ മുന്നോട്ട് നോക്കി. അവർ കാണുന്നു കൗരവരുടെ അവശേഷിക്കുന്ന സേനയെ. അവർ5 പേരും അവരുടെ സൈന്യവുമായി ആ സേനയിലേക്ക് ഇടിച്ചു കയറാനിറങ്ങി. ഈ പോരാട്ടത്തിൽ നകുല സഹദേവന്മാർ നല്ലതുപോലെ ക്ഷീണിതരായിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ആ ഒരു സൈന്യത്തെ കണ്ടുടനെ, അവശേഷിക്കുന്ന കൗരവസേനയെ കണ്ടുടനെ ഭീമസേനനും അർജുനനും സഹദേവനും തങ്ങളുടെ ചട്ട ഒന്നുകൂടെ മുറുക്കി കെട്ടി എന്നിട്ട് ആയുധമെടുത്തുകൊണ്ട് ആ സേനയിലേക്ക് കയറി. ആ പോരാട്ടത്തിൽ ദുര്യോധനൻ്റെ അവശേഷിക്കുന്ന സഹോദരനായിട്ടുള്ള സുദർശനനും കൂടെ ചേർന്ന് ഭീമസേനനെ ആക്രമിച്ചു. സുശർമാവും ശകുനിയും കൂടെ ചേർന്ന് അർജുനനെ ആക്രമിച്ചു. അങ്ങനെ ഈ പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സമയം കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പോരാടുന്ന ദുര്യോധനൻ്റെ രഥം തകർന്നുണ്ട്. ഇപ്പോൾ കുതിരപ്പുറത്താണല്ലോ പോരാടത്തെ. കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ദുര്യോധനൻ ഒരു വേലെടുത്തെറിഞ്ഞു. ആ വേല് സഹദേവൻ്റെ ദേഹത്ത് കൊണ്ട് സഹദേവൻ അതിൻ്റെ എഫക്റ്റ് കാരണം ഓൾറെഡി ക്ഷീണിതനാണ്. ഇതിൻ്റെയും കൂടെ എഫക്റ്റ് കാരണം സഹദേവൻ ബോധം കെട്ട് രഥത്തിൽ വീണു. എന്നാൽ ബോധം വീണ്ടെടുത്ത സഹദേവൻ അതിഭയാനകമായി ദുര്യോധനനെ കയറി ആക്രമിച്ചു. ഈ പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയം അവിടെ ഒരു ശബ്ദം കേട്ടു, ഗാന്ധീവത്തിൻ്റെ ഞാണൊലി. ഇവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് യമദണ്ഡ് പോലെ പാഞ്ഞു പോകുന്ന ഒരു അസ്ത്രം സുശർമാവിൻ്റെ ഹൃദയം പിളർക്കുന്നതാണ്. സംശപ്തക പടയെ കൂട്ടി ഇത്രയും ദിവസവും അർജുനനെ വധിക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരുന്ന സുശർമാവിൻ്റെ അന്ത്യം അവിടെ ഉറപ്പായി. സുശർമാവ് പതിച്ചതോടുകൂടി അർജുനൻ പറഞ്ഞു, അങ്ങനെ ആ ശത്രുത അവസാനിച്ചിരിക്കുന്നു. ഇത് കണ്ടുടനെ ക്രോധം സഹിക്കാനാകാതെ സുദർശനൻ ഭീമസേനനെ കയറി ആക്രമിച്ചു. ഭീമസേനനെ അസ്ത്രങ്ങൾ കൊണ്ട് തൂകിയെങ്കിലും ആ അസ്ത്രങ്ങൾക്ക് മറുപടിയായി ഭീമൻ തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചു. ഒടുവിൽ ഭീമൻ്റെ വില്ലിൽ നിന്ന് പാഞ്ഞ ഒരസ്ത്രം 99-ാമത്തെ കൗരവൻ്റെയും തലതെറിപ്പിച്ചു. അങ്ങനെ 99 കൗരവരെയും വധിച്ചതിന് ശേഷം ഭീമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കണ്ടത് സുദർശനൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുദർശനൻ്റെ സേനയായിരുന്നു. ആ സേന അസ്ത്രങ്ങൾ തൂകിക്കൊണ്ട് ഭീമനെ ചുറ്റി. എന്നാൽ ക്ഷണനേരം കൊണ്ട് അധിക നേരം വെച്ച് താമസിപ്പിച്ചില്ല. ഭീമൻ പെട്ടെന്ന് ആ സേനയെയും മുടിച്ചു. ഈ സമയം ശകുനി സഹദേവനെ ആക്രമിച്ചു. സഹദേവൻ ശകുനിയെയും ഒരേ സമയം ശകുനിയുടെ പുത്രനായ ഉലൂകനെയും ആക്രമിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ സഹദേവൻ ശകുനിക്ക് നേരെ 10 അസ്ത്രങ്ങൾ അയച്ചു. 3 അസ്ത്രങ്ങൾ കൊണ്ട് കുതിരകളെയും പ്രഹരിച്ചു. ശേഷം ശകുനിയുടെ വില്ലും മുറിച്ചു കളഞ്ഞു. ദേഷ്യം വന്ന ശകുനി ആ വില്ല് വലിച്ചെറിഞ്ഞതിന് ശേഷം അടുത്ത വില്ലെടുത്തു. ആ വില്ലെടുത്തിട്ട് ശകുനി സഹദേവനിട്ട് ഒരുപാട് അസ്ത്രങ്ങൾ അയച്ചു. എണ്ണാൻ പറ്റുന്നതിനും അപ്പുറം അസ്ത്രങ്ങൾ ഭീമസേനന് നേരെയും അയച്ചു. അങ്ങനെ ശകുനി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയം ശകുനിയെ രക്ഷിക്കുവാനായി ശകുനിയുടെ മകനായ ഉലൂകൻ പാഞ്ഞു കയറി വന്നു. സഹദേവനും ഉലൂകനും തമ്മിൽ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അസ്ത്രങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഉലൂകൻ സഹദേവന് നേരെ കയറി വന്നത്. അവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ചില സമയങ്ങൾ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നെങ്കിലും ചില സമയങ്ങൾ അവരെ അസ്ത്രങ്ങൾ മുറിവേൽപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കവേ സഹദേവൻ ക്രോധത്തോടുകൂടി ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ചിട്ട് ആ വില്ല് ചെവിയോളം വലിച്ച് ഒരസ്ത്രം അയച്ചു.
ശകുനി നോക്കി നിൽക്കവേ ആ അസ്ത്രം പാഞ്ഞു വന്ന് ഉലൂകൻ്റെ തലയെ തലതെറിപ്പിച്ചുകൊണ്ടുപോയി. ഇത് കണ്ട ശകുനിക്ക് ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ പുത്രൻ്റെ ശിരസ് സഹദേവൻ തെറിപ്പിച്ചിരിക്കുന്നു. സഹദേവൻ്റെ മുഖത്തേക്ക് ശകുനി നോക്കിയപ്പോൾ അവിടെ ഒരു ചിരിയായിരുന്നു. ശകുനിയായിരുന്നല്ലോ ശകുനിയുടെ പകിട വെച്ചായിരുന്നല്ലോ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടത്. ശകുനിയുടെ പകിട വെച്ചായിരുന്നല്ലോ ദ്രൗപദിക്ക് അത്രത്തോളം അപമാനം സഹിക്കേണ്ടി വന്നത്. ശകുനിയെ നോക്കി സഹദേവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ശകുനിയുടെ കണ്ണുകൾ നിറഞ്ഞു. സഹദേവൻ ചോദിച്ചു, മാതുല, എങ്ങനെയുണ്ട് പകിടകളിയുടെ അടിയന്തര ഫലത്തിൻ്റെ രുചി? ശകുനിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശകുനിയുടെ തൊണ്ട വിങ്ങുന്നു. ശകുനി ആ സമയത്ത് ആ ഒരു സഭയിൽ വെച്ചുകൊണ്ട് വിതുരർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശകുനി ഓർത്തുകൊണ്ടേയിരുന്നു. ഈ സമയം വീണ്ടും ശകുനിയും നകുലനും കൂടെ സഹദേവനും കൂടെ പോരാടാനിറങ്ങി. സഹദേവൻ ശകുനിക്ക് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. സഹദേവൻ ചിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോരാടുന്നത്. സഹദേവൻ്റെ പ്രതിജ്ഞയാണല്ലോ ശകുനിയുടെ അന്ത്യം. ശകുനി വില്ലെടുത്ത് വീണ്ടും അസ്ത്രം അയച്ചു. സഹദേവൻ അതും തകർത്ത് കളഞ്ഞിട്ട് സഹദേവൻ്റെ വില്ലിൽ നിന്ന് വന്ന അസ്ത്രം ശകുനിയുടെ വില്ലിനെ മുറിച്ചു കളഞ്ഞു. ശകുനി നിറകണ്ണുകളോടുകൂടി ക്രോധത്തോടുകൂടി ഒരു വാളെടുത്ത് സഹദേവന് നേരെ എറിഞ്ഞു. സഹദേവൻ ചിരിച്ചുകൊണ്ട് ആ വാളിനെ 3 കഷ്ണങ്ങളായി മുറിച്ചിട്ടു. വീണ്ടും ശകുനി ക്രോധത്തോടുകൂടി ഒരു ഗദയെടുത്ത് ദുര്യോധനനല്ല സഹദേവന് നേരെ വലിച്ചെറിഞ്ഞു. നിമിഷം കൊണ്ട് സഹദേവൻ അസ്ത്രങ്ങളയച്ച് ആ ഗദയെയും തകർത്ത് കളഞ്ഞു. സഹദേവൻ അപ്പോഴും ഒരു ചിരിയോടുകൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നു. വീണ്ടും സഹദേവന് നേരെ ശകുനി ഒരു വേല് വലിച്ചെറിഞ്ഞു. തൻ്റെ ഫുൾ ശക്തിയുമെടുത്താണ് സഹദേവന് നേരെ ശകുനി വേല് വലിച്ചെറിഞ്ഞത്. ശകുനി ആ സമയത്ത് കണ്ണു നിറഞ്ഞു ഇരിക്കുന്നുണ്ട്. ഈ സമയം സഹദേവൻ്റെ വില്ലിൽ നിന്ന് വാഞ്ഞ അസ്ത്രങ്ങൾ ആ വേലിനെ തകർത്ത് കളഞ്ഞു. സഹദേവൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട അവിടെ ഈ ഭീമൻ്റെയും സഹദേവൻ്റെയും അർജുനൻ്റെയും പ്രകടനം കണ്ട അവിടുത്തെ കൗരവപ്പട ഓടാനിറങ്ങി. അവശേഷിക്കുന്ന കുറച്ച് സൈന്യം ഓടാൻ തുടങ്ങിയ സമയത്ത് ശകുനിയും ഓടി. ശകുനി ഓടിയ സമയത്ത് സഹദേവൻ പിറക്കെ പോയിട്ട് സഹദേവൻ ശകുനിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. മാതുല, പകിട 12 എന്ന് പറഞ്ഞ് അസ്ത്രം അയച്ചു. ആ അസ്ത്രം ശകുനിയുടെ ദേഹത്ത് കൊണ്ടു. ശകുനി നിൽക്കുന്നില്ല, മുന്നോട്ട് പോകുന്നു. സഹദേവൻ വീണ്ടും മാതുല, പകിട 12 എന്നും പറഞ്ഞ് അസ്ത്രം അയച്ചു. എണ്ണമറ്റ ശരങ്ങൾ വീണ്ടും ശകുനിയുടെ ദേഹത്ത് കൊണ്ടു. ശകുനിയുടെ കുതിരകളുടെ ദേഹത്തും കൊണ്ടു. വീണ്ടും സഹദേവൻ മാതുല, പകിട 12 എന്നും പറഞ്ഞ് അസ്ത്രങ്ങൾ അയച്ച് ശകുനിയുടെ കുട തെറിപ്പിച്ചു കളഞ്ഞു. നല്ല മൂർച്ചയുള്ള അസ്ത്രങ്ങൾ കൊണ്ട് ശകുനിയെ പുതിയാനിടുങ്ങിയപ്പോൾ ശകുനി തിരിഞ്ഞു നിന്ന് ദേഷ്യം വന്നിട്ട് ഒരു വേലെടുത്ത് വീണ്ടും സഹദേവന് നേരെ വലിച്ചെറിഞ്ഞു. വിരിഞ്ഞ തലയുള്ള അസ്ത്രങ്ങൾ കൊണ്ട് സഹദേവൻ ആ വേലിനെ മുറിച്ചിട്ടു. എന്നിട്ട് സഹദേവൻ വളരെ കട്ടിയുള്ള ശക്തമായിട്ടുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്വർണം കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു അസ്ത്രമെടുത്തു. ആ അസ്ത്രമെടുത്ത് സഹദേവൻ വില്ലിലേക്ക് വെച്ചു. എന്നിട്ട് ചെവിയോളം ഞാനും ഒലിച്ചിട്ട് സഹദേവൻ പറഞ്ഞു, മാതുല, അങ്ങയുടെ ദുഷ്ടത നിറഞ്ഞ പകിടയുടെ അന്ത്യം, ആ പകിട നിലയ്ക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് അസ്ത്രം അയച്ചു. ആ അസ്ത്രം പാഞ്ഞു ചെന്ന് ശകുനിയുടെ തലയെടുത്തുകൊണ്ടുപോയി. ഈ സമയം ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ ഒരു ഉറപ്പായും ചിന്തിച്ചു കാണും, കുരുവംശത്തെ ബാധിച്ച അർബുദത്തെ വെട്ടി നീക്കിയിരിക്കുന്നു. അദ്ദേഹം ഉറപ്പായിട്ടും ചിരിച്ചിട്ടുമുണ്ടാകും. ഇതുവരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ